എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ 50 നാളിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്നപ്പോൾ ഒരു വിൽസൺ ചേട്ടനെ കണ്ടു. വിൽസൺ ചേട്ടൻ്റെ അവിടെ വന്നപ്പോഴാണ് വിൽസൺ ചേട്ടൻ്റെ പേരക്കുട്ടി അഭിഷേകമുള്ളവനാണ്. അഭിഷേകമുള്ളവൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന 6ാം ക്ലാസ്സുകാരൻ നമ്മുടെ ചാലക്കുടി CMI പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു എന്താ പറയുക കഴിവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ട് പോകും. അപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്ക് ചെല്ലാണ്. അഭിഷേകിൻ്റെ കലാപ്രകടനം അവിടെ ഒരുക്കി ഇപ്പോൾ റെഡിയാക്കി വെക്കും. ബാക്കി നമുക്ക് അകത്ത് ചെന്നിട്ട് വിശേഷങ്ങൾ കാണാം. ആളൊരു കിഡിലനാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നിലിരിക്കുന്ന സംഗതി എന്താ അറിയാം, കീബോർഡാണ്. 6ാം ക്ലാസ്സിൽ നമ്മുടെ CMI പബ്ലിക് സ്കൂളിലാണ് അഭിഷേക് പഠിക്കണേ. അഭിഷേകിൻ്റെ വീട് എന്ന് പറയുന്നത് ആളൂരാണ്. അഭിഷേകിൻ്റെ പപ്പയും മമ്മിയാണ് നിൽക്കുന്നത്, നമ്മുടെ ഷിജോ ചേട്ടൻ, അതുപോലെ തന്നെ ബീന ചേച്ചി. ഇപ്പോൾ ഇനി അഭിഷേകിനെ പറ്റി പറയാം. ആൾ എല്ലാമായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കീബോർഡിലാണ്. കീബോർഡ് ഏകദേശം 5 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കീബോർഡ് മാത്രമല്ല, സ്കേറ്റിങ്ങിൽ ആൾ ചാമ്പ്യനാവാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റൊരു സംഗീതോപകരണം ഗിറ്റാറുണ്ട്. അങ്ങനെ സംഗീത താളലയ വിസ്മയത്തിലൂടെയാണ് അഭിഷേക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ചെറിയ പ്രായത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കീബോർഡ് എവിടെ വരെ എത്തി? 4th ഗ്രേഡ് കഴിഞ്ഞു ഈ പ്രായത്തിൽ. അപ്പോൾ നിസ്സാര സംഭവം മറ്റൊരു സ്റ്റീഫൻ ദേവസിയായിട്ടൊക്കെ മാറാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അഭിഷേക്. എന്തായാലും നമുക്ക് ഈ കൊച്ചു നമ്മുടെ താരത്തോട് ചാലക്കുടി പെരുന്നാളിൻ്റെ ഇടയിലാണ് ഞാൻ കണ്ടുമുട്ടിയത്. പിന്നെ നമ്മുടെ ഷിജോ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആൾ ഈ പള്ളികൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഈ അഭിഷേകിൻ്റെ അമ്മ വീട് ഇവിടെ ചാലക്കുടിയിലാണ്, നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. വിൽസൺ വല്ലച്ചറ എന്ന് പറയും അപ്പാപ്പൻ്റെ പേര്. അവിടെയാണ് നിൽക്കും. അഭിഷേകിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടുന്നതും പിടിക്കുന്നതും ഒക്കെ തന്നെ ഇവിടെയാണ്, ചാലക്കുടിയിലാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അഭിഷേകിനെ പറ്റിയിട്ട് അഭിഷേകിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കീബോർഡ് ഇങ്ങനെ പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയത് എന്നാ? പണ്ട് അപ്പൻ ആ പഴയത് ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റ് ആയി, വെറുതെ വായിച്ച്. അത് ഏത് പ്രായത്തിലായിരുന്നു, ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് അപ്പം മേടിച്ചത്? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് ശരി. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൻ ഒരു ഇതൊന്നും മേടിച്ചു തന്നു, അതുമ്മ ഇൻട്രസ്റ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ അപ്പാപ്പനോട് ചോദിച്ചു ഇതിന് പഠിക്കാൻ ആളൊക്കെ വരാൻ പറ്റുമെന്ന്. പിന്നെ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് വന്നു, പഠിപ്പിച്ചു. ഇപ്പം ഇത്രയ്ക്ക്. അത് കഴിഞ്ഞിട്ട് എന്ത് തോന്നി അഭിഷേകിന്? എനിക്കിപ്പോ വായിക്കാൻ കിട്ടിയതിന് സന്തോഷമായി. ശരി. ഈ കീബോർഡ് ആരാ മേടിച്ചത്? അപ്പം തന്നെ മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗിറ്റാറിലേക്ക് പ്രകടനം തുടങ്ങാനായിട്ട് എപ്പോൾ തോന്നി? അത് മുമ്പ് ഉണ്ടായതാ. എൻ്റെ സാറിന്റെ കയ്യില് ഒരു ഗിറ്റാർ ഉണ്ട്. അപ്പൊ ഒരു പ്രോഗ്രാമിന് സാർ എന്നെ അലൗ ചെയ്യും ഈ ആളുടെ ഗിറ്റാറിൽ വായിക്കാൻ വേണ്ടി. അപ്പൊ ഇതും കണ്ടിട്ട് അതിലെനിക്ക് നന്നായി വായിക്കാൻ കിട്ടണ്ടെന്ന് മനസ്സിലായിട്ട് ഇത് വാങ്ങിച്ചേ ഈ ഗിറ്റാർ. ഈ സ്കൂളിലൊക്കെ പോകുമ്പോ ഈ കീബോർഡ് വായിക്കുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ നന്നായി ഷൈൻ ചെയ്യാൻ പറ്റില്ലേ? അവിടെ അവസരങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് എനിക്കിങ്ങനെ വായിക്കാൻ കിട്ടുന്നത്. അത് ശരി. മുമ്പ് ഒരാൾക്കും അറിയില്ലേ, സ്കൂളിൽ അറിയില്ല.
അത് ശരി, ഇങ്ങനെ വായിക്കണമെന്ന് ആർക്കും അറിയില്ല. അറിയില്ല. അപ്പൊ ഇവിടെ അമ്മ വീട്ടിൽ വന്നിട്ട് ഈ വായന, പിന്നെ പുറത്തേക്കൊന്നും ആർക്കും അറിയില്ല. പുറത്തേക്ക് എന്ന് വെച്ചാൽ ആളൂര് എല്ലാവർക്കും അറിയാം. ആളൂർ അവിടെ എങ്ങനെ പള്ളിയിലൊക്കെ വായിക്കാൻ പോകാറുണ്ട്? പള്ളിയിൽ വായിക്കാൻ പോകാറില്ല, പക്ഷെ അവിടുത്തെ ഓരോ പ്രോഗ്രാമിനൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഓ ശരി. അത് കാരണം ആളൂരിലത്തെ എല്ലാവർക്കും എനിക്ക് വായിക്കാൻ കിട്ടും അറിയാം, പക്ഷെ ചാലക്കുടിയിലത്തെ അങ്ങനെ അറിയില്ല. യെസ്. അപ്പോൾ ഇപ്പോൾ എത്ര പാട്ടുകൾ വായിക്കും ഈ ഗിറ്റാറിൽ? ഗിറ്റാറിൽ ഇഷ്ടമുള്ള പാട്ടുകൾ വായിക്കാം, പക്ഷെ അതിന്റെ കൂടെ ഒരാൾ സപ്പോർട്ട് ചെയ്യണം. ഓ അത് ശരി. കീബോർഡ് ഒരാളെ വായിക്കണം. ഓ കീബോർഡിൽ ഒരുവിധം എല്ലാ പാട്ടുകളും പാടില്ല? കീബോർഡിൽ എല്ലാ പാട്ടും വായിക്കും. യെസ്. അപ്പോൾ എന്താവണം എന്നാണ് ഇനി ആഗ്രഹം? ഇപ്പോൾ ഇത്രയും ഇനി ഏതെങ്കിലും സംഗീതോപകരണം വേറെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഗിറ്റാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗിറ്റാർ. ഓ അത് ശരി. ഇത് എല്ലാം കൂടി പഠിച്ചത് എന്താവണം എന്നാണ് ഒരു ആഗ്രഹം? മ്യൂസിക് ആയിട്ട് ഇൻട്രസ്റ്റ് വരണം. മ്യൂസീഷ്യൻ ആവണമെന്നാണ് ആഗ്രഹം. പപ്പയും മമ്മിയും അതിനോട് സപ്പോർട്ടണോ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അത് ഇങ്ങനത്തെ ഓരോ ക്ലാസ്സിൽ എടുത്തു വെക്കില്ലേ ഓരോ പ്രോഗ്രാമിന്, അങ്ങനത്തെയും പിന്നെ ഓരോ സ്പീക്കറായിട്ടും ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ഉള്ളത് അപ്പനാണ്. പിന്നെ അമ്മ എപ്പോഴും കൂടെ സ്റ്റാൻഡിലൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓരോ ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മയൊക്കെയാണ്. ഓഡിയൻസ് അതിലും റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കണം ആഗ്രഹം കുറച്ചുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് പോകാൻ വേണ്ടി. യെസ്. അഭിഷേക് ഒരുവിധം പഠിച്ചു. അഭിഷേകത്തിനെ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള കുറേ കൂട്ടുകാരുണ്ടാവും ഇല്ലേ? അവർക്കൊന്നും. അപ്പോൾ അവരോട് അഭിഷേകത്തിന് പറയാൻ ഇതെങ്ങനെ പഠിക്കും? എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ കീബോർഡ് പഠിക്കാൻ നോക്കിയ ആളാണ്, പക്ഷെ എൻ്റെ കൈ എപ്പോഴും വേർക്കും. അവസാനം വേർപ്പ് തുള്ളി ഇതിൻ്റെ ഇടയിൽ പോയി ഇതെല്ലാം ജാമായി നശിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും പഠിക്കും. അപ്പോൾ അഭിഷേകത്തിന് ഇതെങ്ങനെ പഠിക്കും? അഭിഷേകത്തിന് ഒരു ചെറിയൊരു എളുപ്പവഴി പറയാൻ പറ്റുമോ? ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി. ആ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വായിച്ചു പോവാം. ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഇരിക്കുന്നത് ബിഎൻഎക്കും ഞാൻ ഡാഡിക്കുക, അതായത് പുള്ളിയുടെ അപ്പച്ചൻ്റെ ഡാഡി. ഇവരാണ് എല്ലാത്തിനും ഇതിൻ്റെ ബാക്കിൽ എല്ലാം ചെയ്തിരിക്കുന്നത്. അഭിഷേക് എവിടെ പോയാലും എല്ലാത്തിലും ആൾ ഫസ്റ്റാണ്. അതായത് പഠിക്കാൻ പോയാലും സ്കൂളിൽ നല്ല ഓക്കെയാണ്. പിന്നെ അതുമാതിരി തന്നെ ഇപ്പോൾ കീബോർഡ്, സ്കേറ്റിംഗ് അത് പറയേണ്ട ആവശ്യമില്ല. സ്കേറ്റിങ്ങിൽ ആൾ സഹോദരിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഗോൾഡ് മെഡൽ 200 മീറ്റർ അല്ലേ കിട്ടിയത്? ഗോൾഡ് മെഡൽ 200 ഗോൾഡ് മെഡൽ കിട്ടി. ആള് സ്വിമ്മിങ് നീന്താനൊക്കെ കിട്ടും ഭയങ്കര എക്സ്പെർട്ടായിരുന്നു. കുറച്ച് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കണ്ടിട്ട്. എനിക്ക് മനസ്സിലായില്ലായിരുന്നു, അറിയില്ലായിരുന്നു അത്. പക്ഷെ പിന്നെ ചോദിച്ചപ്പോൾ ഡാഡി പറയാം അതുണ്ടെന്ന് പറഞ്ഞു. അതുമാതിരി ചെസ്സിൽ ആൾ മുടക്കുന്ന ചെസ് കോമ്പറ്റീഷൻ. പിന്നെ ഡാഡി അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഡാഡിയാ. ഇവിടെ നിന്ന് ഡാഡി മമ്മിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കൊറോണ സമയത്തൊക്കെ അവനധികം ഇവിടെ നിന്ന് പഠിച്ചിരുന്നത്. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അവന് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഇവരിങ്ങനെ പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ പാടുമ്പോൾ താളുണ്ട് എന്നുള്ളത് മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇതുപോലെ കീബോർഡ് കിട്ടിയപ്പോൾ അത് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ നല്ലൊരു സാധനം കിട്ടി. അപ്പോൾ അതോടൊപ്പം മ്യൂസിക്കും പഠിക്കുന്നുണ്ട് ആള്.